സൈനിക ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉൾപ്പെടെ വിദഗ്ധ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ SPG സംഘവും അവരും ഒക്കെ നേരത്തെ സംസാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇവിടത്തേക്ക് ഒരുങ്ങുന്നുണ്ട്. പോലീസിന്റെ സുരക്ഷാ ക്രമീകരണം എല്ലാ മേഖലയിലേക്കും തന്നെ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുമുണ്ട്. അട്ടമലയിലും അതുപോലെ തന്നെ അരണമലയിലും ഈ പറയുന്ന ചൂരൽമലയുടെ വിവിധ മേഖലകളിൽ ചൂരൽമല വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്ത് അതുപോലെ തന്നെ മുണ്ടക്കൈ പള്ളിയുടെ മേഖലയിലെല്ലാം തന്നെ പോലീസ് വിന്യാസവും ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടത്തേക്ക് നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പുറമെ വെളിച്ചം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായി രാത്രിയിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ച സംവിധാനം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് തയ്യാറാക്കിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വെളിച്ച സംവിധാനം സജ്ജമാവുന്നുണ്ട്. ജനറേറ്റർ സജ്ജമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നമില്ലാത്ത രീതിയിൽ അവിടെ എന്നാ ഉള്ളത് മെല്ലെ അതിലെ ചെന്നു ചിലപ്പോൾ അണ്ണാക്കോട്ടം കരയ്ക്കുന്നത്. താഴെ ഭാഗത്തുള്ള കാഴ്ചകൾ കൂടി